ഹലോ ഗൈസ്, ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ ഡൗട്ട് ഉണ്ടാവും. എന്താ ഇതെന്ന്? വേറെ ഒന്നല്ല, ഞാനൊരു ചമ്മന്തിയാണ് സെറ്റാക്കിയത്, അതും പുളിവണ്ട വെച്ചിട്ടാണ്. ഇനി പുളിവണ്ട എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് പുളിവണ്ട. ഇത് നല്ല മൂത്തതാണ്. മൂത്തതിന് നല്ല റെഡ് കളർ ഉണ്ടാവും. ഇതിൻ്റെ ഈ കായ്ക്കൊക്കെ നല്ല പുളിയാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു പീസ് ഞാൻ കഴിച്ചിട്ട് നോക്കട്ടെ. സൂപ്പർ പുളിയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഇലയും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. ഇതും നല്ല പുളിയാണ്. ഇനി ചമ്മന്തിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഞാൻ പൊട്ടിച്ചെടുക്കട്ടെ. ഇതിനെ കുറിച്ചിട്ട് അധികം ആൾക്കും അറിയില്ല എന്ന് തോന്നുന്നു. എൻ്റെ കല്യാണത്തിന് ശേഷമാണ് ഈ വെണ്ടൻ്റെ മരം തന്നെ ഞാൻ കാണുന്നത്. അതിന് മുന്നേ ഇത് കണ്ടിട്ട് പോലുമില്ല. ഇനി ഇതിന് വേണ്ടിയിട്ട് കുറച്ച് മുളകും ഞാൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി പുളിവെണ്ടൻ്റെ ഏതെങ്കിലും ഞാൻ സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പോവാണ്. ഇതിൻ്റെ കായ് നമ്മൾ യൂസ് ചെയ്യാറില്ല. ഈ റെഡ് കളറുള്ള ഇതളാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇത് അധികം എല്ലാവരും മത്തിക്കറിയിലാണ് ഇടാറുള്ളതെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് ചമ്മന്തി ഉണ്ടാക്കി നോക്കുകയാണ്, എങ്ങനെ ഉണ്ടാവും എന്ന് അറിയില്ല. പരീക്ഷണമാണ്. ഇതിലേക്ക് ഞാൻ 2 പീസ് മാങ്ങ എടുത്തിട്ടുണ്ട്. അത് നന്നാക്കി തോലൊക്കെ ചെത്തി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. തേങ്ങ ഞാൻ മുന്നേ രാവി വെച്ചിട്ടുണ്ട്. അതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കാന്താരി മുളകും നമ്മൾ തോലൊക്കെ ചുരണ്ടി സെറ്റാക്കി വെച്ച മാങ്ങയിഞ്ചിയും ആവശ്യത്തിന് ഉപ്പും 5-6 ചുവന്നുള്ളി ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ എല്ലാം അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പുളിവെണ്ട ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 2 കറിവേപ്പിലിൻ്റെ ഇല ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അങ്ങനെ ചമ്മന്തി എല്ലാം അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കഴിച്ചു നോക്കിയപ്പോൾ ഉണ്ടല്ലോ, സംഭവം ഡബിൾ ഓക്കെയാണ്. ഇതിന് മാങ്ങഞ്ചിൻ്റെ ടേസ്റ്റും പുളിവെണ്ടൻ്റെ ടേസ്റ്റും കൂടെ മിക്സ് ആയി കൊണ്ടല്ല, സംഭവം സൂപ്പറാണ്. നമ്മുടെ സാധാ ചമ്മന്തിനേക്കാൾ ഒന്നും കൂടെ ബെറ്ററാണ്.